ഹായ് ഹലോ എല്ലാവർക്കും ആശൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ സൺഡേ ആയിട്ട് എല്ലാവരുടെയും പരിപാടി എന്താ? എൻ്റെ പരിപാടിയാണ് ഈ പോകുന്ന പോക്ക്. ഇത് എങ്ങോട്ടേക്കാണെന്ന് അറിയോ? ഞാനീ പോകുന്നത് നമ്മുടെ സ്വന്തം മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കാട്ടോ. ഏഷ്യയിലെ തന്നെ നമ്പർ 1 ഡ്രൈവിംഗ് ബീച്ചാണ് നമ്മുടെ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. അപ്പോൾ ഇവിടെ രാവിലെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി കാഴ്ച കാണാൻ പറ്റും. അതെന്താണെന്നറിയോ? അതാണ് ഞാൻ എനിക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ മോർണിംഗ് വാക്കിനൊക്കെ വന്ന ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ കാണാൻ പറ്റും. പിന്നെ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ച. രാവിലെ തന്നെ ഇവർ മീനിനെ പിടിക്കുന്ന അടിപൊളി കാഴ്ച കേട്ടോ. നമുക്കിത് കണ്ട് നിൽക്കാൻ തോന്നും. ഇവരെത്ര ക്ഷമയോടെയെന്നറിയാമോ ഈ മീനൊക്കെ ഇങ്ങനെ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവർ അതിരാവിലെ പുലർച്ചെ 2 മണി 3 മണിക്കൊക്കെ പോകുന്ന ആൾക്കാരായി മീനെ വല പിടിക്കുന്നവർ. ഞാൻ എത്തിയ സമയത്ത് എന്തോ ഭാഗ്യം ഒരു 10-15 മിനിറ്റേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ ആ വലയൊന്ന് കരയിലേക്ക് വരാൻ. അല്ലെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ കാത്തിക്കേണ്ടി വരും. അപ്പോൾ അത്രയും സമയം അവിടെ ബാക്കിയുണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു. പിന്നെ കുറച്ച് നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു. അവർ തന്നെ മെരുക്കുള്ള നല്ല നായ്ക്കളായിരുന്നു. കുറച്ച് ഞാൻ അങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അതുങ്ങളൊക്കെ എന്നോട് എന്തൊക്കെയോ പറയുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ അധികം സംസാരിക്കൊന്നുമില്ല. വല്ല കടിയും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുത്ത് അവിടെ ആയിപ്പോവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വലയിൽ അവർ അടുപ്പിച്ചു, മീനൊക്കെ അവരെടുത്തു. ഇനി ഇതുപോലുള്ള കൂടകളിലാക്കിയിട്ട് ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വലിയ മീൻ വേറെ ചെറിയ മീൻ വേറെ ആയിട്ട് തരംതിരിക്കും. നല്ല അടിപൊളി എല്ലാം കണ്ട നല്ല പിടക്കുന്ന മീനാണ്. അപ്പോൾ ഇതുപോലുള്ള ഫ്രഷ് മീൻ കിട്ടണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവരിത് വിൽക്കുകയും ചെയ്യും. കാരണം നമുക്കായിട്ട് ഇത് അടിപൊളി വെള്ളമാവില്ലേ അത്. പിന്നെ അവിടെയുള്ള കൂടകളിലൊക്കെ ഞാൻ പതുക്കെ ഒന്ന് തുറന്നു നോക്കിയ സമയത്ത് അതിന് നല്ല തെരണ്ടി, മാന്ത എല്ലാം വലിയ വലിയ മീനായിരുന്നു. നിങ്ങൾക്ക് അവിടെ പറയുന്ന പേര് ഇതൊക്കെ തന്നെയാണെന്ന് എനിക്കറിയില്ലേ. ഞാനീ തെരണ്ടി, കൊഞ്ച്, മാന്ത എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിയില്ല. നമ്മളെ കണ്ണൂർ പറയുന്ന പേരാണ് ഞാനീ പറയുന്നത് കേട്ടോ. എല്ലാം നല്ല പിടക്കുന്നുണ്ട്. പിന്നെ വാങ്ങാനായിട്ട് ഒരുപാട് ആൾക്കാർ സൈഡിൽ വേറെ നിൽപ്പുണ്ടാവും. പിന്നെ കുറേ പരുന്തുണ്ടാവും ഒരു വഴിക്ക്. പിന്നെ ഈ പരുന്തും നായയും തമ്മിലുള്ളൊരു പോരാട്ടം തന്നെയായിരുന്നു ഒരു സമയത്ത് കാണുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാനിതൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടാതെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാൻ വീണ്ടും ഇതുപോലെ നല്ല നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.